ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് ഒരു 19-കാരിയുടെ മരണവാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ്. എത്ര പറഞ്ഞാലും കേട്ടാലും പഠിക്കാത്തവരാണ് നമ്മൾ മലയാളികൾ എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം അശ്രദ്ധ മൂലം സംഭവിക്കുന്ന അപകടങ്ങൾ തുടർക്കഥയാവുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കച്ചമ്പാറ മാച്ചാന്തോട് സ്വദേശി ഈച്ചാനിയൽ വീട്ടിൽ സജിയുടെ മകൾ സാനിയ സജി എന്ന 19-കാരിയാണ് കഴിഞ്ഞ ദിവസം ദാരുണമായി മരണപ്പെട്ടത്. ചെന്നൈയിൽ നേഴ്സിംഗ് കോളേജിൽ 2ാം വർഷ വിദ്യാർത്ഥിനിയാണ് ഈ പെൺകുട്ടി. ഉപരിപഠനത്തിനായി പെൺമക്കളെ പുറത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ തന്നെ മാതാപിതാക്കളുടെ മനസ്സിൽ എപ്പോഴും ആശങ്കയാണ്. ഇതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള മരണവാർത്തകൾ കൂടി കേൾക്കുമ്പോൾ ആശങ്കകൾ ഇരട്ടിപ്പിക്കുക മാത്രമാണ് ചെയ്യുക. അവധിക്കായി മകൾ നാട്ടിലേക്ക് വരുന്നതും കാത്ത് ഉറക്കമൊഴിച്ചിരിക്കുകയായിരുന്നു അമ്മ ബിൻസി. ഏതൊരമ്മയെ പോലെയും മകളെ ഒരു നോക്ക് കാണാനും ഇഷ്ടമുള്ളതെല്ലാം പാകം ചെയ്തു നൽകാനുമൊക്കെ ആ അമ്മ കാത്തിരുന്നിട്ടുണ്ടാവും. പക്ഷേ വിധി മകളെ എത്തിച്ചത് ചേതനയേറ്റ ശരീരമായാണ്. അവധിയായതിനാൽ കഴിഞ്ഞ ദിവസമാണ് സാനിയ ചെന്നൈയിൽ നിന്നും പാലക്കാട്ടേക്ക് ട്രെയിനിൽ കയറിയത്. അവിടുന്ന് ട്രെയിനിൽ കയറുന്ന വിവരം വീട്ടുകാരെ വിളിച്ചറിയിക്കുകയും ചെയ്തിരുന്നു. ചെന്നൈയിൽ നിന്ന് ആലപ്പുഴയിലേക്കുള്ള എക്സ്പ്രസ് ട്രെയിനിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് സാനിയ യാത്ര ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 1:30 യാത്രാക്ഷീണം അനുഭവപ്പെടുകയും ശുചിമുറിയിലേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ ശുചിമുറിയിലേക്ക് പോകാനായി വാതിലിന് സമീപം എത്തിയപ്പോൾ പുറത്തേക്ക് തെന്നി വീണാണ് അപകടം സംഭവിച്ചതെന്നാണ് പ്രാഥമികമായ നിഗമനം. സ്ഥലത്തിനടുത്തുള്ള മാഗ്നസൈറ്റ് ജംഗ്ഷനിൽ വെച്ചായിരുന്നു അപകടം സംഭവിച്ചത്. ചെന്നൈയിൽ നിന്നും പാലക്കാട് വരെയുള്ള ടിക്കറ്റ് സാനിയയുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. യുവതി ട്രെയിനിൽ നിന്നും വീഴുന്നത് കണ്ട യാത്രക്കാർ റെയിൽവേ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി പരിശോധിച്ച് കണ്ടെത്തുമ്പോഴേക്കും യുവതിയുടെ മരണം സംഭവിച്ചിരുന്നു. ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്. സമീപകാലത്തായി ട്രെയിനിൽ നിന്ന് വീണ് ഇത്തരത്തിലുള്ള നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. മിക്കവാറും വേഗതയിൽ പോകുന്ന ട്രെയിനുകൾ പാളങ്ങളിലൂടെയോ അല്ലെങ്കിൽ വളവുകളിലൂടെയോ പോകുമ്പോൾ ആടി ഉലയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ സമയത്താണ് നമ്മൾ ശുചിമുറിയിലേക്ക് പോകുന്നതെങ്കിൽ തുറന്നു കിടക്കുന്ന വാതിലിന് സമീപത്തെത്തുമ്പോൾ പുറത്തേക്ക് തെറിച്ചു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ശുചിമുറിയുടെ സമീപത്തേക്ക് പോകുന്നവർ ട്രെയിനിന്റെ എവിടെയെങ്കിലും പിടിച്ചുകൊണ്ട് പോകാനായി മാത്രം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ട്രെയിനിന്റെ വാഷ് ബേസിൻ ഉപയോഗിക്കുമ്പോഴും വാതിൽ അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. കാരണം വേഗത കൂടുന്നതനുസരിച്ച് ട്രെയിനിന്റെ അതിൽ ഏത് സമയവും അടയാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാലും ദിനംപ്രതി ഇത്രയേറെ അപകടം സംഭവിച്ചിട്ട് പോലും അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറെ ആശങ്കയ്ക്കിടയാക്കുന്ന കാര്യമാണ്. എന്തായാലും ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. എന്റെ കുറച്ച് അഭിപ്രായങ്ങൾ ഞാൻ ഇവിടെ പറയാം. നമ്മുടെ മെട്രോയിലൊക്കെ ഉള്ളതുപോലെ ഓട്ടോമാറ്റിക് ഡോർ ആക്കുന്നത് വളരെ നല്ലതായിരുന്നു. ഡോർ അടയുന്നത് മൂലം നിരവധി ജീവനുകൾ പൊലിയുന്നത് ഇപ്പോൾ നിത്യസംഭവമായിരിക്കുന്നു. ഇതിനു വേണ്ട പരിഹാര മാർഗമാണ് ഓട്ടോമാറ്റിക് വാതിൽ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പരിഹാരം. അധികാരികൾ എന്താണ് ഇനിയും കണ്ണു തുറക്കാത്തത്? യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് റെയിൽവേയുടെ ഉത്തരവാദിത്വമല്ലേ? ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് റീൽസ് എടുക്കാനും കാര്യങ്ങൾക്കും വാതിലിന്റെ അടുത്ത് വന്ന് നിന്നിട്ട് കുറെ ഇപ്പോഴത്തെ തലമുറകൾ വന്നിട്ട് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കാലൊക്കെ വെളിയിലിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. പിന്നെ ഡോറിന്റെ അടുത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കി എന്തിനാണ് അങ്ങനെയൊക്കെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നെങ്കിൽ ഫൈൻ ഈടാക്കുമെന്ന് എഴുതി വെക്കുക, അല്ലെന്നുണ്ടെങ്കിൽ TTR ടിക്കറ്റ് ചെക്കിങ്ങിന് വരുമല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്താണ് അവരുടെ ഒന്നും കണ്ണിൽ ഇതൊന്നും പിടത്തില്ല. കാര്യം ഇപ്പൊ ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറുമ്പോഴത്തേക്കും തന്നെ കുത്തി നിറഞ്ഞാണ് യാത്രക്കാർ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ കൂടുതൽ ട്രെയിനുകൾ കൊണ്ടുവരണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത്ര പേരെ ഒരു ലിമിറ്റ് വെക്കണം. ഇത്ര പേരെ ഒരു ലോക്കൽ കമ്പാർട്ട്മെന്റിലാണെങ്കിലും എന്താണെങ്കിലും ഇത്ര പേരല്ലാണ്ട് അതിൽ കുത്തി നിറച്ച് പോകാൻ അനുവദിക്കരുത്. ഇതിനെതിരെ അധികാരികളുടെ കണ്ണ് തുറക്കുക. കാരണം എന്താന്ന് വെച്ചാൽ ഒരു ജീവനാണ് പോകുന്നത്, അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഒരു ജീവനാണ് പോകുന്നത്. അവരുടെ ഭാഗത്തും തെറ്റുണ്ട്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് വന്ന് നിന്ന് റീലെടുക്കാൻ വേണ്ടി വന്ന് വീണ ഒരുപാട് മരണങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഡോറിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അത് മാറ്റി ഒരു ഓട്ടോമാറ്റിക് ഡോർ ആക്കി കഴിഞ്ഞാൽ കുറെയൊക്കെ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. വേറൊരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ള ഈ ട്രെയിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞപ്പോഴാണ് അനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ടാണ്. ഇപ്പം ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ട്രെയിൻ എന്ന് പറയുന്നത് ഇപ്പൊ ചൈനയിലും പുറം രാജ്യങ്ങളിലൊക്കെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ രാജ്യത്തും
ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരണം. കാര്യം ഒരാള് ഫ്രണ്ടിൽ വന്ന് ചിലപ്പം ആ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് ആ അവസ്ഥയ്ക്ക് ഓടിച്ചാടി വരുന്നതായിരിക്കാം, ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ട്രെയിൻ വരുമ്പോൾ ദൂരെ നിന്ന് തന്നെ കാണാം, പക്ഷെ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് പിന്നെ സഡൻ ബ്രേക്ക് ഇട്ട് അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരണം. അപ്പം അങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അപ്പോഴത്തെ ഒരു തോന്നലിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ വീട്ടുകാരുമായിട്ട് വഴക്കിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ദിവസം ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ സംഭവിച്ച ഒരു കാര്യമാണ്. എന്താ പ്രശ്നമെന്ന് അറിയത്തില്ല. ഒരു കുഞ്ഞുമായിട്ടൊരു ഒരു പയ്യൻ, പുള്ളിക്കാരൻ കുഞ്ഞിനൊരു ഏകദേശം ഒരു 1.5 വയസ്സുണ്ട്. പുള്ളിക്കാരന് കൊച്ചിനെ എടുത്ത് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഇതാണ് സംഭവിച്ചത്. പക്ഷെ അത് കേട്ടപ്പോൾ വളരെ വിഷമമായി പോയി. കാര്യം ഒരു കുഞ്ഞും കൂടെ ഉണ്ടായ പുള്ളിക്കാരന്റെ കയ്യിൽ. പക്ഷെ അതേസമയം നമ്മുടെ ട്രെയിന് അങ്ങനെ നിർത്താനൊരു കഴിവുണ്ടായിരുന്നെങ്കിൽ അവരിപ്പോഴും ജീവിച്ചേനെ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് സജ്ജീകരണങ്ങളുണ്ട്. കാര്യം സെൻസർ പോലെ അങ്ങനെയുള്ള ഒരുപാട് സജ്ജീകരണങ്ങളുണ്ട്. അപ്പൊ അതുപോലെ എന്തെങ്കിലും ഒരെണ്ണം ഈ ട്രെയിനിൽ കൊണ്ടുവന്ന വളരെ ഉപകാരമായിരിക്കും. എന്തായാലും റെയിൽവേ അധികാരികൾ എല്ലാം ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.